ജീവിതത്തിൽ നാം കോപം, നിരാശ അല്ലെങ്കിൽ വേദന എന്നിവ മുറുകെ പിടിക്കുന്ന സമയങ്ങളുണ്ട്. ഈ വികാരങ്ങൾ മുറുകെ പിടിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുകയും നമ്മുടെ സമാധാനം ഇല്ലാതാക്കുകയും ചെയ്യും. ചിലപ്പോൾ ലോകം നമ്മോട് ചെയ്ത കാര്യങ്ങൾ ക്ഷമിക്കാനോ മറക്കാനോ പ്രയാസമാണ്. എന്നാൽ ദൈവം നമ്മുടെ ഭാരങ്ങൾ ഉപേക്ഷിച്ച് നമ്മുടെ വേദനയിൽ കർത്താവിൽ വിശ്വസിക്കാൻ നമ്മെ വിളിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ബൈബിൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. പരസ്പരം ദയയും കാരുണ്യവും ഉള്ളവരായിരിക്കുക. ക്രിസ്തുവിൽ ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ പരസ്പരം ക്ഷമിക്കുക. വിട്ടുകളയുക എന്നാൽ സംഭവിച്ചത് മറക്കുക മാത്രമല്ല, ക്ഷമിക്കാനും മുന്നോട്ടു പോകാനുമുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത്. നമ്മൾ ഇവ ഒഴിവാക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും നമ്മുടെ ഹൃദയങ്ങൾ നിറയ്ക്കാൻ നാം ഇടം നൽകുന്നു. വിട്ടുകളയുക എന്നാൽ നിങ്ങളുടെ വേദന അവഗണിക്കുക എന്നല്ല, മറിച്ച് നിങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുന്ന ദൈവത്തിന് സമർപ്പിക്കുക എന്നതാണ്. നിങ്ങളുടെ വേദനയെ മറികടന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ പ്രതീക്ഷ കൊണ്ടുവരുവാൻ നിങ്ങളെ സഹായിക്കാൻ ദൈവം എപ്പോഴും തയ്യാറാണ്. എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുക, അതിനെക്കുറിച്ച് ദൈവത്തോട് സംസാരിക്കുക. ബുദ്ധിമുട്ടായി തോന്നിയാലും ഉപേക്ഷിക്കാനും ക്ഷമിക്കാനുമുള്ള ശക്തിക്കായി ദൈവത്തോട് അപേക്ഷിക്കുക. നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ ഇറക്കി വയ്ക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യവും സമാധാനവും നിറയ്ക്കുമെന്ന് വിശ്വസിക്കുക. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസ.